വിവാഹം ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ചാണ് വിവാഹ ക്ലാസ്സിന് പോയത്. അപ്പം അതൊരു വഴിത്തിരിവായിരുന്നു. അന്ന് ഒരു പുതിയ ബോധ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളും തീരുമാനമെടുത്തു, ഞങ്ങൾ കൂടുതൽ മക്കളെ സ്വീകരിക്കും എന്ന്. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നോ ഞങ്ങൾക്ക് മക്കളുണ്ടാവുമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അതിനുശേഷം ദൈവം ഓരോന്നായി തന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ഞങ്ങൾ ഇതുവരെ പ്രസവം നിർത്തിയിട്ടില്ല. സിൽവിയും ഞങ്ങളും അതിൽ സന്തോഷത്തോടെ എടുത്തൊരു തീരുമാനമാണത്. എല്ലാ വീടുകളും നമ്മൾ നോക്കുമ്പോൾ 1 or 2 കുട്ടികൾ. അപ്പോൾ എൻ്റെ വീട്ടിലായാലും എനിക്കൊരു അനിയനാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആളുകൾ എണ്ണം കുറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയായിരുന്നു, ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കല്യാണം ആലോചിച്ച് വന്ന സമയത്താണെങ്കിലും ഞങ്ങൾ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങനെ കുഞ്ഞുങ്ങൾ കൂടുതൽ സ്വീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാനും അതിനൊരു ഒരുക്കം ഉണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പ്രസവം നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവം തരുന്ന ദാനമാണ് മക്കൾ. ദൈവം ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നെ ഒരുക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ആദ്യത്തെ മകൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഭവനം സ്വന്തമായിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഒരു ലീസിനുള്ളൊരു ഭവനം എന്നാണ്. പക്ഷെ ആ ഒരു സമയത്ത് സിൽവി പ്രസവത്തിന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലം കൂടെ ആണെങ്കിലും അതിൽ നിന്ന് വിപരീതമായ പല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അതിനടുത്ത് ഒരു നല്ലൊരു ഭവനം, ഏക്കാത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കുവാണ്. പേരൻസ് ഉടനെ അത് കാണാൻ വരുന്നു. എൻ്റെ വൈഫ് കണ്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ മകൻ ജോനത്തിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആ പുതിയ വീട്ടിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവം ആഗ്രഹിക്കുന്നത് മക്കൾ വേണമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഓരോ മകൻ ജനിക്കുമ്പോഴും ഞങ്ങൾക്ക് ദൈവം ഓരോ ഗിഫ്റ്റാണ് തന്നിരിക്കുന്നത്. വലിയ വീട്, അല്ലെങ്കിൽ വലിയ കാറ്, ജോലിയിലുള്ള മറ്റുള്ള ഉയർച്ചകൾ എല്ലാം ഇവരെ ഓരോരുത്തർ വരുമ്പോഴും ദൈവം തന്നതായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടാവുമ്പോഴും നമുക്ക് ദൈവം നമ്മളെ തന്നെ മുന്നോട്ട് ഉയർത്തിയിട്ടേ ഉള്ളൂ. നമുക്കൊരിക്കലും നമ്മുടെ മാനുഷികമായ ഇതിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഓരോ മകൻ വരുന്നത് നമുക്ക് ഉയർച്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എല്ലാ ദിവസവും മുടക്കാതെ ചെല്ലും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഏകദേശം ഒരു 40 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് ചിലപ്പോൾ ലേറ്റാവും. ചില ദിവസങ്ങളിൽ എനിക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാറിൽ കയറിയ ഉടനെ പ്രാർത്ഥന തുടങ്ങും. വീഡിയോ കോളിലായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ഞങ്ങൾ ചെല്ലും. അപ്പം ചെറിയ ആളെ നിർത്താനായിട്ട് ലിയോനെയൊക്കെ നിർത്തണമെങ്കിൽ ഞാനും കൂടെ ഉണ്ടെങ്കിലാണ് ഒത്തിരി നല്ലത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്ക് കൂടാതെ എല്ലാ ദിവസവും പാട്ടും പ്രാർത്ഥനയും ബൈബിൾ വായനയും അതോടുകൂടി ചെല്ലും. കാറ്റഗിസം ഇവരവിടെ പഠിക്കുന്നത് സേക്രഡ് ഹാർട്ട് ചർച്ച് എന്ന് പറഞ്ഞ വൈറ്റ് ഫീൽഡാണ് ഇവർ പഠിക്കുന്നത്. അവിടെ ഇവർ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ്. മൂത്താള് ഓൾട്ടർ ബോയ്സിലുണ്ട്, രണ്ടാമത്തെ ആൾ കൊയറിലുണ്ട്, മൂന്നാമത്തെ ആൾക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർ ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പം അവനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോളി കമ്മ്യൂണിയൻ കഴിയാണ്ട് ഓൾട്ടർ ബോയ്സിൽ കയറാൻ പറ്റില്ല. അപ്പം അതും അവിടെ എല്ലാ സൺഡേയും മാസിനോട് ചേർന്ന് തന്നെ കാറ്റഗിസം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 4ാമത്തെ ആൾ ലിയോ. ഇവർ ബൈബിൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവനൊരു ബൈബിൾ വാദനമുണ്ട്. അവൻ ബൈബിൾ എടുത്ത് നമ്മളത് കേട്ടതിന് ശേഷം നമ്മൾ മറുപടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന വൈൻഡപ്പ് ചെയ്യുക. പിന്നെ ഞാൻ അവിടുത്തെ സേക്രഡ് ഹാർട്ട് ചർച്ചിലെ കാറ്റഗിസം 12ാം ക്ലാസ്സിൻ്റെ അധ്യാപകനാണ്. ഞാൻ 11 വർഷമായി കാറ്റഗിസം പഠിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവാണ്. ഒരു പരിധിവരെ നമ്മുടെ സമയം നമുക്ക് കുറവാണ്. പ്രാർത്ഥനയ്ക്കും ജോലിക്കും ഉള്ള സമയത്തിന് വിട്ട് ഞങ്ങളൊരു നിശ്ചിത സമയം ഞാൻ ചിലവഴിക്കും, സിൽവിയും ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ
പ്രത്യേകിച്ച് സിംഗറാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, മക്കൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ആക്റ്റീവാണ്. അതല്ലാതെ ഞങ്ങൾ കൂടുതലും മക്കൾക്ക് എല്ലാ സമയവും മൊബൈൽ കൊടുക്കുന്ന ഒരു രീതിയോ ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. സ്കൂളിലത്തെ മെസ്സേജസ് വരുമ്പോൾ അത് നോക്കാനും ഹോംവർക്ക് ചെയ്യാനും അത് മൂത്ത 2 പേരെ ചെയ്യുള്ളൂ. താഴെയുള്ളവർ അവരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എന്താ മെസ്സേജ് വന്നതെന്നുള്ളതൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. പഠിക്കാനായിട്ടുള്ള അവർക്കുള്ള ടാബ്സും അവർക്കുള്ള ലാപ്ടോപ്പുകളും ആ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമറയിൽ മോണിറ്ററിംഗ് ആണ്. അത് കഴിഞ്ഞാൽ അത് ഓഫാകും എന്ന് ഉറപ്പ് വരുത്തുന്നത് സിൽവി അല്ലെങ്കിൽ ഞാനായിരിക്കും. ഓവറായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അവർക്ക് അങ്ങനെ പേജ്, ഫേസ്ബുക്കോ അങ്ങനെ ഒന്നുമില്ല. അത് അവർ കൈകാര്യം ചെയ്യേണ്ട പ്രായമാകുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള പ്രായമായി നമുക്ക് തോന്നുമ്പോൾ അവരെന്നെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം അതല്ലാണ്ട് അവർക്ക് അവരുടെ കലാപരമായ ഇത് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.